പ്രൈസ് ദി ലോർഡ്. നസ്രനായ യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമം ഇന്ന് പകലിലും മഹത്വപ്പെടുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ഏറ്റവും വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലിലും തിരുവചനം വായിച്ച് തിരുസന്നിധിയോട് അടുത്തു വരുന്നു. ഇന്ന് ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും ഇതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ എന്ന തിരുവഴുത്തിൻ പ്രകാരം ഇന്ന് ഈ ശുശ്രൂഷ അനുഭവിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും തൃക്കരങ്ങളിൽ താഴ്ത്തി തന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആയുസന്ധ്യത്തോളം വിശ്വസ്തയോടെ നിലകൊള്ളുവാൻ നസ്രനായ യേശു ക്രിസ്തുവിൽ കൂടി ഞങ്ങൾക്ക് ലഭിച്ച നിത്യത അവകാശമാക്കി തീർക്കോളം അവിടുത്തെ തങ്ക തിരുച്ചിറകിൻ മറവിൽ കൃപയിൽ മറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപകൾക്കായി നന്ദി പിതാവേ. സകലതും നസ്രനായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നാം കഴിഞ്ഞ പകലിൽ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 29 മുതൽ 51 വരെയുള്ള തിരുവെഴുത്തുകളെ വായിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തി. ഇന്ന് പകലിൽ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം വായിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ദി ഗോസ്പൽ അക്കോർഡിംഗ് ടു ജോൺ ചാപ്റ്റർ 2. 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിന്റെ അമ്മ അവനോട്, അവർക്ക് വീഞ്ഞ് ഇല്ല എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 2-3 പറ വീതം കൊള്ളുന്ന 6 കൽപാത്രം ഉണ്ടായിരുന്നു. യേശു അവരോട്, ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പീൻ എന്ന് പറഞ്ഞു. അവർ വക്കോളവും നിറച്ചു. ഇപ്പോൾ കോരി വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുപ്പീൻ എന്ന് അവൻ പറഞ്ഞു. അവർ കൊണ്ടുപോയി കൊടുത്തു. അത് എവിടെ നിന്ന് എന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ല. വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്നുവാഴി രുചി നോക്കിയാറെ മണവാളിനെ വിളിച്ചു. എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം ഇളപ്പമായതും കൊടുക്കുമാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് അവനോട് പറഞ്ഞു. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്തു തന്റെ മഹത്വം വെളിപ്പെടുത്തി. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. അനന്തരം അവനും അവന്റെ അമ്മയും സഹോദരന്മാരും ശിഷ്യന്മാരും കഫർന്നഹൂമിലേക്ക് പോയി. അവിടെ ഏറെ നാൾ പാർത്തില്ല. യഹൂദന്മാരുടെ പെസഹ സമീപമാകൊണ്ട് യേശു യെരുശലേമിലേക്ക് പോയി. ദേവാലയത്തിൽ കാള, ആട്, പ്രാവ് എന്നിവയെ വിൽക്കുന്നവരെയും അവിടെ ഇരിക്കുന്ന പൊൻവാണിഭക്കാരെയും കണ്ടിട്ട് കയറുകൊണ്ടൊരു ചമ്മട്ടി ഉണ്ടാക്കി ആടുമാടുകളോടും കൂടെ എല്ലാവരെയും ദേവാലയത്തിൽ നിന്നും പുറത്താക്കി. പൊൻവാണിഭക്കാരുടെ നാണ്യം തൂകിക്കളഞ്ഞു, മേശകളെ മറിച്ചിട്ടു. പ്രാവുകളെ വിൽക്കുന്നവരോട്, ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോകുവീൻ, എന്റെ പിതാവിന്റെ ആലയത്തെ വാണിഭശാല ആക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അവന്റെ ശിഷ്യന്മാർ, നിന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവ് എന്നെ തിന്നു കളയുന്നു എന്ന് എഴുതിയിരിക്കുന്നത് ഓർത്തു. എന്നാൽ യഹൂദന്മാർ അവനോട്, നിനക്ക് ഇങ്ങനെ ചെയ്യാം എന്നതിന് നീ എന്ത് അടയാളം കാണിച്ചു തരും എന്ന് ചോദിച്ചു. യേശു അവരോട്, ഈ മന്ദിരം പൊളിപ്പീൻ, ഞാൻ 3 ദിവസത്തിനകം അതിനെ പണിയും എന്നുത്തരം പറഞ്ഞു. യഹൂദന്മാർ അവനോട്, ഈ മന്ദിരം 46 സംവത്സരം കൊണ്ട് പണിതിരിക്കുന്നു, നീ 3 ദിവസത്തിനകം ഇതിനെ പണിയുമോ എന്ന് ചോദിച്ചു. അവനോ തന്റെ ശരീരമെന്ന മന്ദിരത്തെ കുറിച്ചത്രേ പറഞ്ഞത്. അവൻ ഇത് പറഞ്ഞു എന്ന് അവൻ മരിച്ചവരിൽ നിന്ന് എഴുന്നേറ്റ ശേഷം ശിഷ്യന്മാർ ഓർത്ത് തിരുവെഴുത്തും യേശു പറഞ്ഞ വചനവും വിശ്വസിച്ചു. പെസഹ പെരുന്നാളിൽ യെരുശലേമിൽ ഇരിക്കുമ്പോൾ അവൻ ചെയ്ത അടയാളങ്ങൾ കണ്ടിട്ട് പലരും അവന്റെ നാമത്തിൽ വിശ്വസിച്ചു. യേശുവോ എല്ലാവരെയും അറിയുകൊണ്ട് തന്നെത്താൻ അവരുടെ പക്കൽ വിശ്വസിച്ച് ഏൽപ്പിച്ചില്ല. മനുഷ്യനിലുള്ളത് എന്ത് എന്ന് സ്വതവേ അറിഞ്ഞിരിക്കയാൽ തനിക്ക് മനുഷ്യനെ കുറിച്ച് യാതൊരുത്തന്റെയും സാക്ഷ്യം ആവശ്യമായിരുന്നില്ല. ആമേൻ, ആമേൻ, ആമേൻ. ഞങ്ങളുടെ ഏറ്റവും വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട തിരുവെഴുത്തുകൾക്കായി നന്ദി കർത്താവേ. ഇന്ന് പകലിലും ഈ ശുശ്രൂഷ അനുഭവിച്ച എല്ലാ സഹോദരങ്ങളെയും ഒരിക്കൽ കൂടെ അപ്പന്റെ കരങ്ങളിൽ താഴ്ത്തി തന്ന് പ്രാർത്ഥിക്കുന്നു.
നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ലെന്നുള്ള വാഗ്ദത്ത വചനം നിന്റെ മക്കളുടെ മേലെല്ലാം അയച്ച് പ്രാർത്ഥിക്കുന്നു. അത് അങ്ങനെ തന്നെ ആയിരിക്കുന്നതിനാൽ നന്ദി കർത്താവേ. സകലതും സകല ഭൂലോകരുടെയും മധ്വലോകരുടെയും സ്വർലോകരുടെയും മുഴങ്കാലുകൾ ഒക്കെയും മടങ്ങുന്ന നസ്രനായ യേശു ക്രിസ്തു മുഖാന്തരം ചോദിക്കുന്നു പിതാവേ. ദയമൂലം കേട്ട് ഉത്തരമരുളുമാറാകണം സ്വർഗസ്ഥ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. Thank you, Lord Jesus Christ of Nazareth. God bless you all.